ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇഫ്താർ നോമ്പിന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാൻ ലേറ്റായി. അപ്പോൾ സമൂസ ഷീറ്റ് വെച്ചിട്ടൊരു ചിക്കൻ റോളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. 2 സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസ് 2 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ലേറ്റായിട്ടുണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ. നോമ്പിന് ഉണ്ടാക്കിയതാണ്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇവിടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം. മസാല ഇങ്ങനെ ഒരുപാട് നന്നായി വേവൊന്നും വേണ്ട. സവാള ഒന്നും ചെറിയൊരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഞാൻ ഇവിടെ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. എല്ലാത്തിലും ഞാൻ തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താണ് മിക്സിയിൽ. ചിക്കൻ സാധാ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്താണ്. നിങ്ങൾക്ക് വേവിച്ചിട്ട് ചേർക്കണേ അങ്ങനെ ചേർക്കാം. ഞാൻ അധികം ഫ്രൈ ചെയ്തിട്ടാണ് ചേർക്കാറ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ദോശ ഉണ്ടാക്കുക അങ്ങനെയൊന്നും വേണ്ട, എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു സമൂസ ഷീറ്റ് വെച്ചിട്ട് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മടക്കിയെടുക്കാം. പുറത്തൊന്നും ആവാത്ത രീതിയിലൊന്ന് മടക്കിയെടുത്തിട്ട് നമുക്ക് അവസാനം ഒന്ന് കുറച്ചൊരു നമ്മുടെ മൈദ പേസ്റ്റ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് 2 സൈഡ് മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ആദ്യം 2 സൈഡ് മാത്രം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. പിന്നെ മുഴുവനായിട്ടൊന്ന് മുട്ടയിൽ മുക്കിയെടുക്കാം. കുറച്ച് വലിയ പാത്രത്തിൽ മുട്ട എടുക്കാം. ഞാനൊന്ന് ചെറിയ പാത്രത്തിലായിപ്പോയി പോകുന്നു, മുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വീണ്ടും അതിൽ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ പുറത്തേക്കൊന്നും പോകുന്നില്ല മസാല. ചെറുതായിട്ടൊന്ന് വരുമ്പോൾ നമുക്കൊന്ന് അമർത്തി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ അല്ലാതെ നമുക്കിങ്ങനെ കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് വേണമെങ്കിൽ കോട്ട് ചെയ്യാതെയും പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അറ്റത്ത് നമ്മുടെ മൈദമാവ് വെച്ചിട്ട് അറ്റം ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി അറ്റം മാത്രം ഒന്ന് അങ്ങനെ ആക്കിയെടുത്തിട്ട് പിന്നെ സാധാ പോലെ പൊരിച്ചെടുക്കുകയും ചെയ്യാം. ഞാനിതിങ്ങനെ മൊത്തത്തിൽ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. പിന്നെ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട, ഒരു 2-3 വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് ചൂടായി കിട്ടും. കാരണം ഒക്കെ സമൂസയുടെ ഷീറ്റൊന്ന് ഇതാവുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് എടുക്കാം, പെട്ടെന്ന് കരിയും. അതുകൊണ്ട് അധികം ഭയങ്കരമായിട്ട് എണ്ണയിലിട്ട് ഇതാക്കണ്ട. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡി ആവും ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കണമെങ്കിൽ സമൂസ ഷീറ്റൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് കടിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. പിന്നെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയതാണല്ലോ. അത് നമുക്ക് നോമ്പിനാണെങ്കിലും അല്ലെങ്കിൽ വൈകുന്നേരം ചായക്ക് സ്നാക്കായിട്ടാണെങ്കിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഫില്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. ഫില്ലിംഗ് ഉണ്ടാക്കുന്ന ഒരു ടൈം മാത്രമല്ലേ ഉള്ളൂ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. സമൂസ ഷീറ്റൊക്കെ ബാക്കി ഉണ്ടാവും. നോമ്പ് കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലൊക്കെ ബാക്കി ഉണ്ടാവും. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. സാധാ നമ്മൾ ദോശ വെച്ചിട്ടുണ്ടാക്കുന്ന ടേസ്റ്റിൽ കുറച്ചൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. Thank you.